ഈ കൊല്ലം നമുക്ക് നന്നായിട്ട് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിന് ചുറ്റും നിറയെ പ്ലാവാണ്. അതിലൊരു പ്ലാവിൽ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടിയാൻ വെക്കാമെന്ന് വെച്ചു. ഇടിയാൻ വെക്കാമെന്നാണ് ഞങ്ങൾ പറയുക. കുഞ്ഞെ മൂക്കാത്ത ചക്ക ഇട്ടിട്ട് വെക്കണതിനാണ് ഇടിയാൻ വെക്കാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇടിയാൻ വെക്കാനായിട്ട് തോട്ടിയൊക്കെ എടുത്ത് ഈ ചക്കയൊക്കെ ഇടണമല്ലോ. അപ്പോൾ ആ കഷ്ടപ്പാട്ടിലൊക്കെ ഞാൻ ഇട്ടു. നല്ലൊരു ചക്കയായിരുന്നു കേട്ടോ ഇടിയാൻ വെക്കാൻ. അത് ഞങ്ങൾ അതിൻ്റെ എല്ലാ തോലുകളൊക്കെ കളഞ്ഞ് അത് വിവിച്ചെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കണം. അപ്പോഴാണ് ഈ ഇടിയൻ ചക്കയുടെ ആ ടെക്സ്ചറിലേക്ക് നമുക്ക് കിട്ടുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ തൃശ്ശൂരുകാർ പറയില്ലേ പരിപ്പ് കുത്തി കാച്ചാന്ന്, അതുപോലെ തന്നെ ഞങ്ങൾ ഇടിയനും കുത്തി കാച്ച തന്നെയാട്ടോ ചെയ്യുക. അതിൽ മുതിരിയും നാളികേരമൊക്കെ ഇടും. നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മളെല്ലാ ചക്കയുടെ എല്ലാ കാര്യങ്ങളും വെളിച്ചെണ്ണ ചെയ്താൽ തന്നെയായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുത്തി കാച്ചുന്ന പോലെ തന്നെ ഉള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുത്തി കാച്ചാനുള്ള ആ ഒരു ടെക്സ്ചറിലാക്കാം. അതിന് ശേഷം അതിൽ നാളികേരം ഇടാം. നാളികേരം ഇട്ടതിന് ശേഷം മുതിരി ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. ആ നാളികേരം ഇതെല്ലാതും കൂടി ഒന്ന് സെറ്റായി വരും. അതെല്ലാതായി വരുമ്പോൾ നമ്മൾ ഈ ഇടിയൻ ചക്കര പരുവത്തിലാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞു ചക്കര പീസുകളില്ല, അത് അതിലേക്ക് ഇട്ടിട്ട് എല്ലാതും കൂടി മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് വേറെ വ്യത്യസ്തമായ രീതിയിൽ ആരെങ്കിലും വെക്കുകയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.